الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. തർബിയത്തിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ചുരുങ്ങിയ സമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മളൊക്കെ മുസ്ലിമാകാൻ സാധിച്ചു എന്നതിൽ അഭിമാനിക്കേണ്ടവരാണ്, സന്തോഷം കൊള്ളേണ്ടവരാണ്. കാരണം ലക്ഷോപലക്ഷം മനുഷ്യന്മാർ വഴിതെറ്റി തമ്മാടികളും താന്തോന്നികളും തന്നിഷ്ടക്കാരുമായി ജീവിക്കുമ്പോൾ, മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ലക്ഷ്യമെന്താണെന്നറിയാതെ നടക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും നമ്മളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് ഇസ്ലാം എന്ന മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മുസ്ലിമാകാൻ സാധിച്ചു എന്നതിൽ അല്ലാഹുവിന് നന്ദി പറയണം, ശുക്ർ ചെയ്യേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്തിനാണ്? ഖുർആൻ തന്നെ സൂറത്തുൽ ഹജ്ജിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. അല്ലാഹു നിങ്ങൾക്ക് അൽ മുസ്ലിമീൻ എന്ന് പേര് വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഗ്രന്ഥത്തിലും ഇതിനു മുമ്പുള്ള ഗ്രന്ഥത്തിലും നിങ്ങളെ പേരതാണ്. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാവാൻ മാത്രമല്ല, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകുവാനും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലായിരിക്കും ഈ ഉമ്മത്തിന്റെ സാക്ഷി. എന്നാൽ ആ ഒരർത്ഥം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ് ഈ ലോകത്ത്. നമ്മൾ മറ്റു മനുഷ്യർക്കും മാതൃകകളായിരിക്കണം. നമ്മളെ കണ്ടിട്ടാണ് എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കേണ്ടത് എന്ന് മറ്റ് സമൂഹങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഹുവജിത്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തന്നെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിൽ. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അവന്റെ മാർഗത്തിൽ സമരം നടത്തേണ്ട പ്രകാരം സമരം നടത്തണം. ഹുവജിത്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിൽ അവൻ നിങ്ങൾക്കൊരു വിഷമവും ഏർപ്പെടുത്തിയിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ മില്ലത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞ ശേഷമാണ് അവൻ നിങ്ങൾക്ക് അൽ മുസ്ലിമീൻ എന്ന് പേര് വച്ചിരിക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പൊ അള്ളാഹ് നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരാൾക്കൂട്ടമായി ജീവിക്കാനല്ല, മറ്റാൾക്കൂട്ടങ്ങളെപ്പോലെയുള്ള വെറും ഒരാൾക്കൂട്ടമല്ല നമ്മൾ. മറിച്ച് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ മറ്റ് സമൂഹങ്ങൾക്ക്, മറ്റ് സമുദായങ്ങൾക്ക് മാതൃകകളായിരിക്കണം. ഇതാണ് അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത് അൽ മുസ്ലിമീൻ എന്ന് പേര് വെച്ച് അനുഗ്രഹിച്ചതിന്റെ ഉദ്ദേശം. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ആൾക്കൂട്ടത്തിൽ ഒരുവനായി അധപ്പതിക്കാൻ പാടില്ല. ആളുകൾ ചെയ്യുന്നതൊക്കെ ചെയ്യുക, ആളുകൾ കാട്ടുന്നതൊക്കെ കാട്ടുക എന്ന് നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വിശ്വാസം, ജനങ്ങളെന്താ വിശ്വസിക്കണേ ഞാനും വിശ്വസിക്കും, ഞാനെന്താ ചെയ്യണത് ജനങ്ങളെന്താ ചെയ്യണത് അതൊക്കെ ഞാനും ചെയ്യും എന്ന രൂപത്തിൽ നമ്മൾ ആളുകൾക്കൊപ്പിച്ച് നടക്കുന്ന ആളുകളാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലിടക്കൊക്കെ കണക്കെടുപ്പുണ്ടാകും, കാനേഷുമാരി, സെൻസസ് എന്ന് പറയും അല്ലേ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട്
ആ കണക്കെടുക്കുന്ന സമയത്ത് ജാതി എന്നൊരു കോളുണ്ടാകും, അത് പൂരിപ്പിച്ചു കൊടുക്കണം. മുസ്ലിം, മാപ്പിള, അല്ലെങ്കിൽ റാവുത്തൻ, എന്താണോ അവിടെ എഴുതണം. ഈ കണക്കെടുക്കുന്ന സമയത്ത് മുസ്ലിം എന്നോ മാപ്പിള എന്നോ ജാതിയുടെ കോളത്തിൽ, കാസ്റ്റ് എന്നുള്ള കോളത്തിൽ എഴുതിയതുകൊണ്ട് നമ്മൾ മുസ്ലിമാവോ? ഇല്ല. മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നതുകൊണ്ട് നമ്മൾ മുസ്ലിമാകുമോ? മുസ്ലിം തറവാട്ടിൽ വളർന്നു, മുസ്ലിം മഹല്ലി ജമാഅത്തിൽ മെമ്പർഷിപ്പ് കിട്ടി, ഇതുകൊണ്ടൊന്നും നമ്മൾ മുസ്ലിമാവില്ല. മറിച്ച് എല്ലാ രംഗങ്ങളിലും അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായി മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിതക്രമത്തിന്റെ പേരാണ്. അത് വെറും ഒരു ജാതിപ്പേരല്ല, മറിച്ച് ഒരു ജീവിത ക്രമത്തിന്റെ പേരാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നാം എന്തൊക്കെ വിശ്വസിക്കണം, നാം എങ്ങനെ പെരുമാറണം, നാം എങ്ങനെ ഇബാദത്ത്, എല്ലാത്തിനും വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ തന്നെ വളർത്തിയെടുക്കാൻ, മുസ്ലിമാക്കി മാറ്റിയെടുക്കാൻ അധ്വാനിക്കേണ്ടതുണ്ട്. അതാണ് തെർബിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബ എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ് അർത്ഥം. തെർബിയത്ത് വളർത്തിയെടുക്കൽ, തൻഷിയത്ത്, തന്മിയത്ത് എന്നൊക്കെയാണ് അറബിയിൽ അതിനർത്ഥം. ചില ആളുകളിന് തത്ഹീർ ശുദ്ധീകരണം, തഅദീബ് അദബ് പഠിപ്പിക്കൽ എന്നൊക്കെ ആ വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അതിന് ശിക്ഷണം എന്ന് പറയും. ഇംഗ്ലീഷിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലാണ്. ശിക്ഷണം ലഭിക്കേണ്ടതുണ്ട്. നമ്മളെ തന്നെ തെർബിയ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഇൽമു വർദ്ധിപ്പിക്കാൻ, നമ്മുടെ അമല് വർദ്ധിപ്പിക്കാൻ ഇതിനൊക്കെ അധ്വാനിക്കേണ്ടതാരാ? നമ്മൾ തന്നെയാണ്. ഇതാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്? ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? നമ്മളെ നന്നാക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. മാതാപിതാക്കള്, ഉസ്താദുമാര്, കുടുംബങ്ങള്, ഇവരൊക്കെ നമുക്ക് പല ഉപദേശ നിർദ്ദേശങ്ങളും തരാനും നമ്മളെ ഈ തെർബിയത്തിൽ സഹായിക്കാനുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ തെർബിയ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് ആ നിലക്ക് നമ്മളെയാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഖുതുബയിൽ ഓതിയ ആയത്ത് നിങ്ങൾ ഓർമ്മ ഉണ്ടാകും. സൂറത്ത് ജുമഅയിലെ ആയത്ത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന, അല്ലേ? ഉമ്മിയീങ്ങളായ, എഴുത്തും വായനയും അറിയാത്ത സമുദായത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു നിയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. വയുസക്കിഹിം, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിച്ചു, ശുദ്ധീകരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബും ആ കിതാബിന്റെ വ്യാഖ്യാനമായ സുന്നത്തും അവരെ പഠിപ്പിച്ചു. ഇതാണ് നമ്മുടെ തെർബിയത്തിന്റെ രീതി. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു തെർബിയത്ത്. ഇവിടെ പല പാർട്ടികളും അവരുടെ പാർട്ടി അണികൾക്ക് പലതരത്തിലുള്ള പരിശീലനങ്ങളും നൽകാറുണ്ട്, ശിക്ഷണങ്ങൾ നൽകാറുണ്ട്. ഒരു പാർട്ടി പ്രവർത്തകൻ പൊതുസമൂഹത്തിൽ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, മറ്റ് പാർട്ടിക്കാരോട് എങ്ങനെ ഇടപഴകണം, ഒരു വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം, ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ പാർട്ടി അണികൾക്ക് ചില ചിട്ടകളും ശീലങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതിൽ നിന്ന് തെറ്റാൻ പാർട്ടി അണികൾക്ക് പാടില്ല. അങ്ങനെ ആളുകളുടെ മുമ്പിൽ തന്റെ പാർട്ടിക്ക് വേണ്ടി, തന്റെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനു വേണ്ടി അയാൾ അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പാർട്ടി അടുത്ത വരിയും വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പാർട്ടിയുടെ നേതാവായി ഞാൻ വരണമെങ്കിൽ ഞാൻ ഇന്ന ശീലങ്ങളൊക്കെ പാലിച്ചിരിക്കണം എന്ന രീതിയിലാണ് പലപ്പോഴും ആളുകൾ പ്രവർത്തിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പാർട്ടി ട്രെയിനിങ് അല്ല തെർബിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ജീവിതത്തിൽ കൽബിൽ നിന്ന് തുടങ്ങുന്ന തെർബിയത്താണ് നമ്മളെ തെർബിയത്ത്. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. നിങ്ങൾ അറിയണം, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് തകരാറിലായാൽ ശരീരം മുഴുവൻ തകരാറിലായി. അതാകുന്നു ഹൃദയം. ഇസ്ലാമിന്റെ സംസ്കരണം, ശുദ്ധീകരണം, തെർബിയത്ത് തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. നമ്മുടെ കയ്യിനെ, കാലിനെ, കണ്ണിനെ, കാതിനെ, ശരീരത്തെ ആസകലം നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് ഹൃദയം. അവിടെ ശുദ്ധീകരിക്കപ്പെടണം. അവിടെ നല്ല വിശ്വാസം, നല്ല ചിന്താഗതികൾ അത് വരുമ്പോഴാണ് നമ്മുടെ കണ്ണ് നന്നാകുന്നത്,
കൈ നന്നാകുന്നത്, കാല് നന്നാകുന്നത്, എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നത് അപ്പോഴാണ്. അപ്പൊ ആ അർത്ഥത്തിലുള്ള തസ്കിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെയും അതിനെ ശരിയാക്കിയവനെയും തന്നെയാണ് സത്യം. ഖദ് അഫ്ലഹ മൻ സക്കാഹ, അതിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവൻ അവൻ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. നമ്മൾ ജനങ്ങൾ കാണുന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയായി വെക്കാൻ നമ്മൾ ശ്രമിക്കും, അല്ലേ? നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ വീടും പരിസരവും മുറ്റം വൃത്തിയായിരിക്കണം, കയറി വരുന്ന കോലായി വൃത്തിയായിരിക്കണം, അവിടെ ഇട്ട ഫർണിച്ചറുകൾ വൃത്തിയായിരിക്കണം, ചുമര് അതിലൊന്നും വൃത്തികേടൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ കാണുന്ന ഡ്രസ്സ് നന്നായിരിക്കണം, അല്ലേ? നമ്മൾ കണ്ണാടിന് മുമ്പിൽ പോയി നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യ പറയും, നിങ്ങൾ ഡ്രസ്സിൽ എന്തുണ്ടല്ലോ, എനിക്ക് അന്ന് കഴുകി തരാം, കഴുകി വൃത്തിയാക്കി. അങ്ങനെ മുഖം കണ്ണാടിയിലൊക്കെ നോക്കി, മീശ ശരിയല്ലേ, താടി ശരിയല്ലേ, മുടി ശരിയല്ലേ, അല്ലേ? ഇത് ആളുകൾ നോക്കും. നമ്മളെ പ്രശ്നം അതാണ്. അയ്യേ എന്റെ മുഖത്തെന്താണ്, എന്താ നിന്റെ കുപ്പായത്തില്, ഇങ്ങനെ ആളുകൾ പറയുമെന്നതാണ് നമ്മൾ. അപ്പൊ ആളുകൾ നോക്കുന്ന ഭാഗങ്ങൾ നന്നായിരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ സമയം ഒരുപാട് ചെലവാക്കും, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ മിനുക്കി തേച്ച് ഒരുങ്ങി, അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. ഇന്നൊക്കെ ചില ആളുകളൊക്കെ ഇപ്പൊ കുളിമുറിയിലൊക്കെ കയറിയാൽ പണ്ടൊക്കെ ഒരു സോപ്പും തിരക്കുന്നൊരു ചകിരി ഉണ്ടാവുക. എന്തെല്ലോ സാധനങ്ങളാണ്, ട്യൂബുകൾ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ടാവും. ഫേസ് വാഷ്, ഹാൻഡ് വാഷ്, ഹെയർ വാഷ്, അല്ലെ? ആഫ്റ്റർ ബാത്ത്, ബിഫോർ ബാത്ത്, ഇതെല്ലാം എടുത്ത് പീച്ച് തേച്ച് കുളിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എത്ര സമയമാവും, എത്ര പൈസ അതിനൊക്കെ ചെലവാക്കുന്ന അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി. ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് എന്തൊക്കെയാ? ഒന്ന് ടെക്സ്റ്റൈൽസും, മറ്റൊന്ന് ജ്വല്ലറിയും. ഇത് രണ്ടും എന്തിനുള്ളതാ? അണിഞ്ഞൊരുങ്ങാനുള്ളതാ. അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾ അണിഞ്ഞൊരുങ്ങി ആളുകളെ മുമ്പിൽ ഭംഗിയായി നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ആളുകൾ നോക്കും, ആളുകൾ കാണും, ആളുകൾ അഭിപ്രായം പറയും, അല്ലെ? ഇങ്ങനെയുണ്ട്. ചിലരൊക്കെ പോകുമ്പോ അങ്ങനെയാണ്, എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നില്ല എന്നുള്ളൂ. ചില നടത്തം കണ്ട അങ്ങനെ ചോദിക്കണ പോലെ, എങ്ങനെ ഉണ്ടറാ എന്റെ ഡ്രസ്സ്, എങ്ങനെ ഉണ്ടറാ എന്റെ വണ്ടി, എങ്ങനെ ഉണ്ടറാ എന്റെ വീട്. അപ്പൊ ആളുകൾ നോക്കുന്ന ഭാഗം ഭംഗിയായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അള്ളാഹു നോക്കുന്ന ഹൃദയമോ? അള്ളാഹു പുറത്തേക്ക് നോക്കുന്നില്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ ഏറെ അള്ളാഹ് ശ്രദ്ധിക്കണ എവിടേക്കാണ്? ഹൃദയത്തിലേക്കാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും അതിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളിലേക്കുമാണ്, അമലുകളിലേക്കുമാണ്. ഹൃദയം നന്നായാൽ അത് നല്ല അമലുണ്ടാവും. അമല് മോശമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഹൃദയം മോശമാണ് എന്ന അർത്ഥം. കണ്ടോ? അപ്പൊ അള്ളാഹു നോക്കുന്ന ഹൃദയം അത് നന്നാക്കി തീർക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഹൃദയം തൊട്ടടുത്ത ഒരാൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത് നിൽക്കാൻ പറ്റൂല. കാരണം അത്രമാത്രം ദുഷിച്ച സ്വഭാവങ്ങളും വൃത്തികേടുകളും, അല്ലേ, നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകും. പോര്, കുശുമ്പ്, അഹങ്കാരം, അസൂയ, അല്ലേ, എന്തെല്ലാം ദുസ്വഭാവങ്ങൾ. അതൊക്കെ ഇവിടെ അതൊക്കെ വെച്ചിട്ടും നമുക്കിങ്ങനെ ഒരാളോട് വളരെ ദേഷ്യമുണ്ടെങ്കിലും നന്നായി ചിരിക്കാൻ സാധിക്കും, അല്ലേ? അപ്പുറത്ത് ഇങ്ങനെ പൊല്ലിറുമ്പും. അത് മനുഷ്യന്റെ ഒരു കഴിവാണ്. അഭിനയിക്കാൻ കഴിയുക, നാട്യം, ആക്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അത് ഒരു നായക്ക് കഴിയില്ല. നായക്ക് വേറെ നായനോട് ദേഷ്യം എന്ന് പറയും നായനെ കാണുമ്പോഴത്തേന്. അവൻ അഭിനയിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ മാത്രം കഴിവാണ് ഈ അഭിനയം എന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് മറച്ചുവെച്ച് ഒന്ന് പുറത്ത് കാണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവ് തന്നത്. ചിലപ്പോൾ അങ്ങനെ വേണ്ടിയും വരും. മനസ്സിലായില്ലേ? ഒരു പച്ച സത്യനിഷേധിയാണ്, വലിയ ലാലിമാണ്. പക്ഷെ ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഓനോടൊന്ന് നല്ല നിലക്ക് നില ഇവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ സംഗതിയാണ്. നമ്മുടെ തസ്കിയത്തും നമ്മുടെ തർബിയത്തും തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളത്, നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ ദീൻ എത്തിച്ചു കൊടുക്കും, മറ്റുള്ളവരെ എങ്ങനെ നന്നാക്കും എന്ന് ചില ആളുകളൊക്കെ കൂടുതൽ ചിന്തിക്കും. അവനെ കുറിച്ച് ചിന്തിക്കുന്നതിലേറെ മറ്റുള്ളവരെ കുറിച്ചായിരിക്കും ചിന്തിക്കുക.
എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് എനിക്കെങ്ങനെ ഒരു സമ്പൂർണ്ണ മുസ്ലിമാകാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തരത്തിലുള്ള ഒരു മാതൃകാ മുസ്ലിം. ഇപ്പൊ വജ്ജഹത്തുവിന്റെ പ്രാർത്ഥനയിലുണ്ട് അവസാനം വഅന മിനൽ മുശ്രിക്കീനും വഅന മിനൽ മുസ്ലിമീൻ എന്നും ഒരു റിവായത്തിലുണ്ട്, വഅന അവ്വലുൽ മുസ്ലിമീൻ എന്നുണ്ട്. എന്താ അവ്വലുൽ മുസ്ലിമീൻ? മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തവൻ ഞാനാണ്. ഇൽമിലും അമലിലും എല്ലാത്തിലും ഞാൻ ഒന്നാമതാകണം എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നതാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം. നമ്മുടെ കുറ്റങ്ങളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളെ കുടുംബങ്ങളെയും നരകത്തുനിന്ന് കാക്കണം. അപ്പൊ നമ്മളെ കാര്യം വളരെ ശ്രദ്ധിക്കണം. എനിക്ക് എങ്ങനെ ഒരു മുസ്ലിമാകാൻ സാധിക്കും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ഓതിവെച്ച സൂറത്ത് മാഇദയിലെ 105-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. ലാ യദുർറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ വഴിതെറ്റിയവൻ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. പലപ്പോഴും പല ആളുകൾക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുള്ള എന്തുകൊണ്ടാ? മറ്റുള്ളവരെ അന്ധമായി പിന്തുടരുന്നതുകൊണ്ടാണ്. അവരൊക്കെ പിഴച്ചതാണോ എങ്കിൽ ഞാനും പിഴച്ചോട്ടെ എന്ന ഒരു ചിന്താഗതി. അതുകൊണ്ട് ആളുകളെ പിന്നാലെ കൂടുക. ആളുകൾ എങ്ങോട്ടാ പോണത്? നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, നാടോടുമ്പോൾ നടുവേ ഓടണം. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം കടിക്കണം. ഇതൊക്കെ മലയാളികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ചില പഴമൊഴികളാ. പൊട്ട പഴമൊഴി. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത. നാടോടുമ്പോ നടുവ് ഓടണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്തൊക്കെ ചെയ്യണം അത് നമ്മളും ചെയ്യണം. അതിൽ ശരി തെറ്റൊന്നും നോക്കരുത് എന്ന അർത്ഥം. അത് നമുക്ക് പറ്റുമോ? നാട്ടുകാർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നമുക്കിൽ കൂടാൻ പറ്റുമോ? പറ്റൂലല്ലോ. നാട്ടുകാർ ഒന്നായിട്ട് ഓടുമ്പോൾ കൂട്ടത്തിൽ ഓടാൻ പറ്റുമോ? ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ വേഗം എടുത്ത് കഷ്ണം കടിക്കല്ല വേണ്ടത്. ഇത് തിന്നാൻ പറ്റിയ സാധനമാണോ അല്ലേ എന്നാലോചിക്കണ്ടേ? അപ്പൊ അത് ആ ജാതി പഴമൊഴികളൊക്കെയാണ് പലപ്പോഴും ആളുകളെ സ്വാധീനിക്കാറുള്ളത്. വാപ്പ മക്കൾക്ക് കൊടുക്കണ ഉപദേശം, എടാ നാട്ടിലെല്ലാരും ഇങ്ങനെയാകുമ്പോ നീ മാത്രം ഒന്നിങ്ങനെ വിലങ്ങി നിൽക്കണ്. അതൊന്നും നീ നോക്കണ്ട. എല്ലാരും അങ്ങനെയാകുമ്പോ നമ്മള് കൂട്ടത്തിലങ്ങ് കൂടുക. അങ്ങനെയല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ ഈ കാലത്ത് എന്നാണ് പലപ്പോഴും വാപ്പാരും മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. മുതിർന്ന തലമുറ ചെറിയ തലമുറക്ക് അടുത്ത തലമുറ കൊടുക്കുന്ന ഉപദേശം. മോനെ പീടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കച്ചവടം പഠിപ്പിക്കുമ്പോ വാപ്പ അല്ലേ, മോൻ വളരെ സത്യസന്ധമായൊക്കെ കച്ചവടം ചെയ്യാൻ നോക്കുമ്പോടാ വലിയ സത്യസന്ധയൊന്നും വേണ്ടട്ടോ, ഇത് പൂട്ടിപ്പോണ്ടി വരും. ഇവിടെ ഞങ്ങളൊക്കെ എങ്ങനെയാ കച്ചവടം ചെയ്ത്, ഞങ്ങളൊക്കെ വാപ്പാരും ഇങ്ങനെയാ കച്ചവടം ചെയ്ത്. കുറച്ചൊക്കെ സത്യസന്ധതയൊക്കെ വേണം, എന്നാലും കുറച്ചൊക്കെ എന്ന് പറഞ്ഞ് കുറേശ്ശെ അവനെ ഒരു നാടൻ കച്ചവടക്കാരനാക്കി മാറ്റുമ്പോൾ അത്യാവശ്യം കള്ളത്തരവും അത്യാവശ്യം നുണ പറയലും അത്യാവശ്യം ചരക്കുകളുടെ ഗുണങ്ങൾ ദോഷങ്ങൾ മറച്ചുവെക്കലും ഇതൊക്കെ പഠിപ്പിക്കാണ്. കണ്ടോ? അപ്പൊ ആ രൂപത്തിൽ ആളുകൾ എങ്ങനെയാണോ ആ രൂപത്തിൽ പോവുക എന്നത് നമുക്കൊരിക്കലും തന്നെ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരെ നന്നാക്കുന്നതിൽ, മറ്റുള്ളവർക്ക് ദീൻ എത്തിച്ചു വെക്കുന്നതിൽ നമുക്കൊരു പണിയില്ല എന്നല്ല. മറ്റുള്ളവരെ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആരെയാണ്? നമ്മുടെ സ്വന്തം കാര്യത്തിനാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. ലാ യദുർറുക്കും മൻ ഇദാ ഇഹ്തദൈതും ഇലല്ലാഹി മർജിഉക്കും ജമീഅ. നിങ്ങളെല്ലാവരുടെയും മടക്കം അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെന്നാൽ അല്ലാഹ് എന്താ അവിടെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് അവൻ നിങ്ങൾക്ക് വിവരമറിയിച്ചു തരും. നിങ്ങൾ ഇതുവരെ എന്തൊക്കെയാ ചെയ്തിരുന്നത്, നിങ്ങളെ വിചാരങ്ങൾ നല്ല നിലക്കാ ജീവിച്ചിരുന്നത്, അവാർഡ് കിട്ടാൻ മാത്രം നന്മ ചെയ്തിട്ടുണ്ടെന്നായിരിക്കും നിങ്ങളെ മനസ്സിൽ. ചെന്ന് നോക്കുമ്പോ നിങ്ങളെ റെക്കോർഡിനെ വെച്ച് കാണിച്ചു തരും, മോനെ നരകത്തിൽ പോകേണ്ട അവസ്ഥയാണ്, കണ്ടോ കണ്ടോ കണ്ടോ, അല്ലാ അതുകൊണ്ടില്ലേ എത്ര രഹസ്യമായിട്ട് ഞാൻ ചെയ്തതാ, ആരും അറിഞ്ഞിട്ടില്ല, എന്നിട്ടും കണ്ടോ അതുണ്ട് എല്ലാ റെക്കോർഡും ഇവിടെ ഉണ്ടാവും. അങ്ങനെ റെക്കോർഡുകൾ വെച്ചിട്ട് നമുക്ക് അല്ലാഹ് തെളിയിച്ചു തരും സ്വർഗത്ത് പോണോ നരകത്ത് പോണോ. നരകത്ത് പോണ ഒരാൾക്കും തോന്നൂല ഓ ഞാൻ സ്വർഗത്ത് പോണ്ട ആളായിരുന്നു കേട്ടോ, അല്ലാഹ് അനീതി കാണിച്ചതാണ് എന്ന് തോന്നൂല. അതിനാണ് അല്ലാഹ് വിചാരണ വെച്ചത്. വിചാരണ വെച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ അല്ലാഹ്ക്കറിയാം ആരൊക്കെ നല്ല ആള് ആരൊക്കെ ചീത്ത ആള്. ഒരേ നരകത്തും കുറെ സ്വർഗത്തും ഒക്കെ. സ്വർഗത്തിലെത്തിയോന്റെ വിചാരം ഞാനൊക്കെ സ്വർഗത്തിലെത്തേണ്ട ആളെന്നല്ലേ, ഞാനൊക്കെ ഇപ്പൊ ആരാ എന്ന് വിചാരിക്കും.
നരകത്തിലെത്തിയോന് എന്തായാലും കുറച്ചൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര നരകത്തിൽ പോകാൻ മാത്രം തെറ്റില്ല, കുറെ നന്മയും ഞാൻ ചെയ്തിട്ടില്ലേ, അതൊന്ന് പരിഗണിക്കണ്ടല്ലോ, ഒന്ന് നോക്കണ്ടേ എന്നൊക്കെ പറയും. എന്നാൽ വിചാരണ കഴിയുന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലാകും. മനസ്സിലായില്ലേ? എല്ലാ റെക്കോർഡും അവിടെ ഉണ്ട്, ചെയ്തതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എവിടെ വെച്ചാ ചെയ്തത്? ഉപ്പളയിൽ വെച്ച് ഉപ്പള സാക്ഷി പറയാണ്, ഉപ്പള അങ്ങാടി സാക്ഷി പറയാണ്. അസീസ് ഇങ്ങനെ ചെയ്തു, അയമൂട്ടി ഇങ്ങനെ ചെയ്തു, അബൂക്കർ ഇങ്ങനെ ചെയ്തു. പിന്നെ തള്ളിക്കളയാൻ കഴിയോ? വേണ്ട, നമ്മൾ ടോണിക്ക് കൊടുത്ത് കുളിച്ച് ഒരച്ച് വൃത്തിയാക്കി കയ്യും കാലും ഒക്കെ നമുക്ക് ഇതിന്റെ സാക്ഷി. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലേ? സൂറത്ത് യാസീനിൽ ഇന്ന് നിങ്ങളെ വായകൾക്ക് നാം സീരുവെക്കും അല്ലാഹ് പറയാണ്. എന്നിട്ടോ അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരെ കാലുകൾ സാക്ഷി പറയും. അപ്പൊ കയ്യിനെയും കാലിനെയൊക്കെ അല്ലാഹ് സംസാരിപ്പിക്കുകയാണ്, എല്ലാ റെക്കോർഡും വെച്ചിട്ട്. അപ്പോ നരകത്ത് പോകാൻ യോഗ്യത എനിക്കുള്ളൂ, സ്വർഗത്ത് പോകാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ബോധ്യമാവും. സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലെ കണ്ടെത്തിയാൽ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, പടച്ചവനെ ഇതിലേക്ക് എന്നെ നയിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി എന്നാ പറയാം. എന്റെ യോഗ്യത കൊണ്ട് ഞാൻ ഇവിടെ എത്തിയെന്നെ, ഞാനൊക്കെ ഇവിടെ തന്നെ എത്തേണ്ടത് എന്നൊരഹങ്കാരം സ്വർഗത്ത് പോയവനുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായി നാളെ വിവരം അറിയിച്ചു തരും. ഇതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ നമ്മളെ തന്നെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ നമ്മളെ ഗുണദോഷിക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, മോനെ അങ്ങനെ ചെയ്യരുത്. ചിലപ്പോ തന്നെ നല്ല നിലക്ക് പറയും, ചിലപ്പോ ദേഷ്യം പിടിച്ചു പറയും, ചിലപ്പോ അടിക്കും. അല്ലേ? വാപ്പിയമ്മയും മാത്രമല്ല, കുടുംബത്തിലെ മുതിർന്നവരും ഉപ്പാന്റെ സുഹൃത്തുക്കള്, ഉപ്പ ഗൾഫിലാണെങ്കിൽ അല്ലേ ഉപ്പാന്റെ സുഹൃത്തുടാ എന്താണ് അവിടെ നിൽക്കുന്നത്, ഞാൻ ഒന്ന് വിളിക്കട്ടെ, എന്റെ ഉപ്പാനെന്ന് വിളിക്കട്ടെ. അപ്പോ എല്ലാരും ചെറിയ കുട്ടിയല്ലേ എന്നുള്ള നിലക്ക് എന്തെങ്കിലും കുരുത്തക്കിലല്ലേ വിട്ടേക്ക്, പാവം കുട്ടിയല്ലേ എന്ന നിലക്ക് വിടും. എന്നാ സുഹൃത്തുക്കൾ ഒരു 15 വയസ്സ് കഴിഞ്ഞ് മുതിർന്നവനായി കഴിഞ്ഞാലോ പിന്നെ കുട്ടികളെ വാപ്പാരനെ കുറച്ചൊന്നും എന്ത് ചെയ്യും, മോനൊക്കെ മീശയൊക്കെ മുളച്ച് വലിയ മോനായില്ലേ, ഇനിയിപ്പോ ഇങ്ങനെ പിന്നാലെ കൂടാൻ നിൽക്കണം. മാത്രമല്ല കുട്ടികൾക്ക് തന്നെ തോന്നലുണ്ടാവും, ഞാൻ കുറച്ച് വലുതായിനിപ്പോ അല്ലേ. കുട്ടികൾക്കൊരു +2 ഒക്കെ ഉണ്ടാവുമ്പോ കുട്ടികൾക്കൊരു തോന്നലുണ്ട്, എന്താടാ നേരം വൈകിയത്, ഇപ്പൊ സമയം 11 മണിയായില്ലേ, ഇത്ര നേരമായി രാത്രി, നീ എവിടെയായിരുന്നു? ഒന്നും മിണ്ടൂല. എന്നിട്ട് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പറയും, എന്താ ഉപ്പ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യണം, ഞാൻ ചെറിയ കുട്ടിയാ, ഞാൻ ഇപ്പൊ 15 വയസ്സ് കഴിഞ്ഞില്ലേ. അതൊന്നും അവന്റെ മറ്റു ജീവിതത്തിൽ നിന്നും ഉണ്ടല്ലോ. സുബൈക്കിപ്പോഴും നമ്മൾ വിളിക്കണം, വെള്ളം ഒഴിച്ചാലേ അടിക്കുള്ളൂ. അത് ആ മറ്റു പെരുമാറ്റങ്ങളിലും കാര്യങ്ങളിലൊക്കെ ആ പക്വത ഉണ്ടോ? അതില്ല. പക്ഷേ കുറച്ച് ഫ്രീഡം, ഞാൻ കുറച്ച് വലുതായിട്ടുണ്ട് എന്ന് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരത്തിക്കും ഒക്കെ തോന്നുകയാണ്. ഇന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല, ഞാനിപ്പോ വലുതായില്ലേ, എനിക്കൊക്കെ അറിയില്ലേ എന്നൊരു ചിന്താഗതി കുട്ടികൾക്ക് വരും. യഥാർത്ഥത്തിൽ ആ ചിന്താഗതി വരാൻ മാത്രം കുട്ടിക്ക് പക്വത എത്തിയിട്ടുണ്ടോ? കുട്ടികളെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചാൽ പൈസ ശരിക്ക് ചെലവാക്കുന്നുണ്ടോ? നമ്മൾ വീട്ടിലില്ലാത്ത ദിവസം, ആരും ശ്രദ്ധിക്കാനില്ലാത്ത ദിവസം അവൻ തെറ്റ് ചെയ്യാതെ നല്ല നിലക്ക് ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് അതിനനുസരിച്ച മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ മാത്രമേ അവർക്ക് അവന്റെ കാര്യം നോക്കാൻ പ്രാപ്തനായിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. എത്ര മുതിർന്നാലും മാതാപിതാക്കൾ മക്കളെ ഗുണദോഷിക്കണം. 55 വയസ്സായ മോനെ 80 വയസ്സായ ഉപ്പ അല്ലെ 75 വയസ്സായ ഉപ്പ ഇങ്ങോട്ട് വേണം എന്ന് പറയാം, ഗുണദോഷിക്കാം. എനിക്ക് 55 വയസ്സായാലും ഉപ്പ, നീ 60 വയസ്സായാലും നീ എന്റെ മോനാണ്, നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ഒരു പിതാവിനും ഒരു മാതാവിനും എന്നും അവകാശം ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുട്ടികളെ, അടുത്തു വളർന്നു വരുന്ന തലമുറയെ നമ്മൾ ഗുണദോഷിക്കാനും തെറ്റുതിരുത്താനും ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ ജീവിക്കാനും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നല്ല ഇസ്ലാമിക കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ലക്ഷണമൊത്ത ഉമ്മത്തായി നമ്മുടെ സമുദായത്തിന് മാറാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു മാതൃകാ ഉമ്മത്തായി നമ്മൾ മാറുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തർബിയത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് വളർത്തിയെടുത്ത ആ ഒരു സമൂഹം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു. സഹാബത്തിന്റെ സമൂഹം
ആ സമൂഹം അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം, എന്നാ സ്വർഗം സന്മാർഗം പ്രാപിക്കും എന്ന് ഖുർആൻ അഹ്ലി കിതാബിനോട് പറഞ്ഞത് കാണാം. ഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി. ആ അഹ്ലി കിതാബ് സഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ ഫഖദ് ഹിത്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ സഹാബത്തിന്റെ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ തർബിയ ചെയ്തെടുത്തുവോ ആ രൂപത്തിൽ തർബിയ ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനെന്തു വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിന്ന് ആരംഭിച്ച ആ തർബിയത്ത് ആദ്യകാലങ്ങളിലൊക്കെ അങ്ങാടിയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചിരുന്നു. ചന്തകളിൽ, ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ, ഹജ്ജിന് വരുന്ന സമയത്ത് മിനായിൽ ഒക്കെ ഇസ്ലാമിനെ പറ്റി പ്രസംഗിക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മക്കയിൽ പല ഭാഗത്തും പോയി ഓരോരുത്തരായി വിശ്വസിച്ചു. പിന്നെ മദീനയിൽ പോയി ഒരു സമൂഹമായി മാറിയപ്പോൾ മസ്ജിദുൻ നബവി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ നിരേനയെന്നോണം ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇൽമ് നൽകുക, ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ പഠിപ്പിക്കുക, അതനുസരിച്ച് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഇതാണ് പ്രവാചകന്മാര് പഠിപ്പിച്ച രീതി. നമ്മളെ ഇൽമ് നേടണം, ആ ഇൽമ് നേടിയാൽ അതനുസരിച്ച് അമൽ ചെയ്യണം. ദിനേനയെന്നോണം പഠിച്ചുകൊണ്ടിരിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും വേണം. മൂന്നാമതാണ് ദഅവത്ത്, ഇൽമ് അമല്. ഇൽമ് കഴിഞ്ഞാൽ അമല്. ഇൽമും അമലും ഉണ്ടായാൽ നമ്മൾ എന്തു വേണം? അതിലേക്ക് ക്ഷണിക്കണം. ഒരു ഇൽമ് നമ്മൾ പഠിച്ചാൽ അത് നമ്മളെ ജീവിതത്തിൽ പകർത്തണം. നമ്മളത് ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയാൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയണം. മനസ്സിലായില്ലേ? എല്ലാ ഇൽമും കൂടി പഠിച്ചിട്ട് ആളുകളോട് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നുണ്ടോ? ഇല്ല. പല ആളുകളും നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് അതൊരു ഭാരമായി കാണുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ മുസ്ലിങ്ങളും ചെയ്യേണ്ട കാര്യമാണത്. ഇപ്പൊ ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റായ കുറ്റമായ ഒരു കാര്യം നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ, ഞാൻ മൗലവി ഒന്നല്ലല്ലോ, അത് മുടക്കാൻ അവിടെ ചെയ്തോട്ടെ, മൗലവിമാർക്ക് മാത്രമേ മുടക്കാൻ അവകാശമുള്ളൂ എന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? തെറ്റാണെന്ന് നമുക്ക് ഉറപ്പാണ്. എങ്കിൽ തടയാൻ കഴിയോ? തടയണം. കൈകൊണ്ട് തടയാൻ കഴിയോ? കൈകൊണ്ട് തടയണം. നാവ് കൊണ്ട് എതിർക്കാൻ കഴിയോ? നാവ് കൊണ്ട് എതിർക്കണം. അതിനും പറ്റാത്ത ഒരു ദുർബലമായ അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ തൽക്കാലം അവിടുന്ന് മാറിപ്പോവുക, അതിന്റെ കൂടെ നിന്ന് അതിന് മാപ്പുസാക്ഷിയാകാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടില്ലേ? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി വഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ഒരാളൊരു ഇസ്ലാമിക ദൃഷ്ട്യാ വെറുക്കപ്പെട്ട തെറ്റായ കുറ്റകരമായ ഒരു കാര്യം കണ്ടാൽ അവൻ കൈകൊണ്ട് അതിനെ മാറ്റിക്കൊള്ളട്ടെ, തടഞ്ഞുകൊള്ളട്ടെ. അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് മാറ്റാൻ ശ്രമിക്കട്ടെ. അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് മാറ്റട്ടെ. ഹൃദയം കൊണ്ട് മാറ്റൽ എന്താ? നമ്മൾ അതിനോട് നിസ്സഹകരിച്ചുകൊണ്ട് പ്രതികൂലിച്ചുകൊണ്ട് മാറി നിൽക്കുക. വേണമെങ്കിൽ അവരെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചവനെ മനുഷ്യന്മാർക്ക് ഹിദായത്ത് കൊടുക്കണേ, അല്ലെ? അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ കൽപ്പിച്ചു കൂട്ടി തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അവരോടുള്ള വെറുപ്പ് നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക, എന്നിട്ട് മാറിപ്പോവുക. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാകുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ സൂറത്തുൽ അസ്ർ നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ ഒരു സൂറത്ത് മാത്രമേ അള്ളാഹു ഇറക്കിയിട്ടുള്ളൂവെങ്കിലും സൃഷ്ടികൾക്കെതിരിൽ അള്ളാഹുവിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അത് മാത്രം മതിയാവും. ഞാൻ നിങ്ങൾക്ക് ജീവിക്കേണ്ട ക്രമമൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹ്ക്ക് പറയാൻ ഇത് മാത്രം മതി. അത്രമാത്രം വളരെ വിശാലമായ അർത്ഥമുള്ളൊരു സൂറത്താണത്. വൽ അസ്ർ എന്താർത്ഥം? കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്താർത്ഥം? തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഒരു മനുഷ്യനല്ല, അൽ ഇൻസാൻ, മനുഷ്യവർഗം മുഴുവൻ നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാന്നാ പിന്നെ പറയുന്നത്? ആരാത്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വഅമിലു, അവർ പ്രവർത്തിച്ചിരിക്കുന്നു. എന്ത്? അസ്വാലിഹാത്ത്, നല്ല കാര്യങ്ങൾ വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അപ്പൊ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് കാര്യങ്ങളാ ചെയ്യേണ്ടത്. എന്താ? ഒന്ന് വിശ്വസിക്കണം, ശരിയായ ഈമാൻ ഉൾക്കൊള്ളണം. ഈമാൻ ഉൾക്കൊണ്ടാൽ എന്തു വേണം? പിന്നെ അതനുസരിച്ച് അമൽ ചെയ്യണം. തീർന്നോ? വതവാസൗ ബിൽ ഹഖി,
സത്യം കൊണ്ട് പരസ്പരം ഉപദേശ നിർദ്ദേശം നടത്തണം. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശ നിർദ്ദേശം നടത്തണം. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഇവിടെ ഹക്ക് എന്ന് പറഞ്ഞത് ഈമാനാണ്, സബ്ർ എന്ന് പറഞ്ഞത് അമലാണ്. അപ്പൊ ഈമാനും അമലും സ്വാലിഹും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രം പോരാ, അത് സമൂഹത്തിൽ സാർവത്രികമായി തീരാൻ വേണ്ടി പരസ്പര ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തണം. ഒരു നന്മ നമ്മൾ മനസ്സിലാക്കിയാൽ ആ നന്മയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കണം. ഒരു തിന്മ നമ്മൾ മനസ്സിലാക്കിയാൽ ആ തിന്മ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അത് തടയാൻ നമ്മൾ ശ്രമിക്കണം. ബാങ്ക് കൊടുത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ സുഹൃത്ത് അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ അവിടെ പള്ളി നിസ്കരിക്കാനായി എന്ന് പറയണം. എന്താ ഓനറിയില്ലേ, ഓൻ ബാങ്ക് കേട്ടിട്ടില്ലേ, അയ്യാറസിലാത്ത ഓനും കേട്ടിട്ടില്ലേ എന്ന് ഞാൻ പറയേണ്ട ആവശ്യം എന്താ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അനുജൻ കിടന്നുറങ്ങുക, എന്നിട്ട് പള്ളിയിലെ മൗലവിനെ പോയി വിളിച്ചോണ്ടരണോ? ഓനെ സുബൈക്ക് വിളിക്കാം? അത് ജ്യേഷ്ഠൻ ചെയ്യണ്ടേ? അപ്പൊ ആ രീതിയിൽ സുഹൃത്തുക്കളെ വീട്ടിലും കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലുമൊക്കെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് നമ്മൾ നടപ്പിലാക്കാൻ രംഗത്ത് വരണം. പക്ഷെ എല്ലാവർക്കുള്ള ബേജാർ എന്തായാലും, ഞാനിപ്പോ അങ്ങനെ ഇപ്പൊ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനൊക്കെ തുടങ്ങിയപ്പോ ഞാൻ അത്ര കറക്റ്റായിട്ട് ജീവിക്കണ്ടേ? അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ചോദിക്കൂലേ, ഇപ്പൊ സിനിമ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓനൊരിക്കലും സിനിമ ടാക്കീസ് പോകാൻ പറ്റൂല്ലോ. അവിടെ വെച്ചെങ്ങാനും ഇവനെ കണ്ട എന്നോട് സിനിമ കാണാൻ പറഞ്ഞാൽ ഇപ്പൊ നീ വന്നിരിക്കല്ല കള്ള എന്ന് ചോദിക്കൂലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് പോണ്ടി വന്നാലോ, എപ്പോഴെങ്കിലും ഒന്ന് കമ്പനിപ്പെട്ടിട്ട്. അതുകൊണ്ട് നമ്മളതിനെ പറ്റി കുറ്റൊന്നും പറയാൻ പോണ്ട. സ്ത്രീധനം വാങ്ങുന്നതിന് എതിർക്കണം എന്നുണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വാങ്ങേണ്ടി വന്നാലോ. അപ്പൊ അതുകൊണ്ട് പറയണ്ട, എതിർക്കണ്ട. ഇങ്ങനെയാണ് വിവാഹത്തിലെ നടക്കുന്ന പല ആർഭാടങ്ങളെയും അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ധൂർത്തിനെയൊക്കെ എതിർക്കണമെന്നുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ അളിയൻ അങ്ങനെ പറഞ്ഞു, അമ്മോശൻ ഇങ്ങനെ പറഞ്ഞു, കാക്ക ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ വേണ്ടി വന്നാലോ? അതുകൊണ്ട് നമ്മളതിനൊന്നും എതിർക്കണ്ട. നമ്മളിടയ്ക്ക് ചോറ് വെച്ചിങ്ങ് പോന്നാ മതി. എല്ലാ ചോറിനും പോകല്ലേ ചില ആള് അല്ലേ? ചോറിന് വന്നാൽ പിന്നെ അവിടെ സുന്നിയും മുജാഹിദും സലഫിയും ഒന്നും ഉണ്ടാവില്ല. അത് ശേഷം വിളിച്ചല്ലേ. അത് നമ്മൾ ലീഗിൽ നമ്മൾ ഒന്നിച്ചാണ്, പോകാക്കാൻ പറ്റൂല. MES നമ്മൾ ഒന്നിച്ചാണ്, പോകാക്കാൻ പറ്റൂല. അടിയന്തരാണെങ്കിൽ എന്താ, ചോറിന് അടിയന്തരമല്ലല്ലോ, ചോറ് ബിദഅത്താവില്ല, ചോറ് തിന്നാൻ പറ്റില്ല, ബിസ്മിൻ ചൊല്ലി തിന്നാ പോരെ. എന്തെല്ലാം ന്യായങ്ങളാ കണ്ടോ? അപ്പൊ അങ്ങനെയാണ്. അപ്പോ കൈകൊണ്ട് എതിർക്കണം, നാവ് കൊണ്ട് എതിർക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കണം. ലീഗുകാരനായ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ അടിയന്തരം നടക്കാണ്, വാപ്പ മരിച്ച അടിയന്തരം. അത് നമ്മൾ ഭയങ്കര പാർട്ടി പ്രവർത്തനത്തിൽ അതാണ്. അതുകൊണ്ട് വിളിച്ചാൽ എന്ത് ചെയ്യണം? പോകാൻ പറ്റൂല. എന്നാൾക്ക് പോകണം. പോകാൻ പറ്റുമോ? പറ്റൂല. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം, തടയാൻ കഴിയില്ല. നാവുകൊണ്ട് എതിർക്കാൻ പറ്റൂല. ഫോണിൽ വിളിച്ചിട്ട് പറയാ, തനിച്ച ബിദഅത്താ നീ ചെയ്യണത്, നിന്നോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ വരാൻ പറ്റൂല, അത് ഹറാമിന്റെ ചോറാണ്, അത് നമുക്ക് തിന്നാൻ പറ്റൂല. അത് പറയണമെങ്കിൽ കുറച്ച് ഈമാൻ വേണം. അത് പറയണമെങ്കിൽ കുറച്ച് ഈമാൻ വേണം. അത് അളിയനോട് പറയേണ്ടി വരും ചിലപ്പോ, അമ്മോശനോട് പറയേണ്ടി വരും ചിലപ്പോ, സുഹൃത്തിനോട് പറയേണ്ടി വരും ചിലപ്പോ. മനസ്സിലായില്ലേ? അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് അത് ശരിക്കും നടപ്പിലാക്കിയാൽ വമ്പിച്ച മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകും. ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അത് ശരിക്ക് നമ്മൾ പ്രയോഗിക്കണം. ഇന്ന് പല ആളുകളും ദഅവത്ത് രംഗത്തേക്ക് വരാത്തതിന്റെ കാരണം അതാണ്. നമ്മളിങ്ങനെ വീടുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒരു ലഘുലേഖ കൊടുക്കുക അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ദീനീ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ അടുത്ത് പോവുക എന്ന് പറയുമ്പോ ആ കൂട്ടത്തിലൊന്ന് പോകാൻ പോലും ഒന്നൊന്നും പറയണ്ട, കൂട്ടത്തിലൊന്നും ഇങ്ങനെ പോകാൻ പോലും അവന് മടിയാ. കാരണം എന്താ, നമ്മക്കിപ്പോ അങ്ങനെ കറക്റ്റായി ജീവിക്കാനൊന്നും പറ്റില്ല. നമ്മളൊരു 10 ഇങ്ങനെ ഒരു ശരാശരി മുസ്ലിമായിട്ട് ഇങ്ങനെ വലിയ നുണയൊന്നും പറയാതെ, വലിയ തെറ്റൊന്നും ചെയ്യാതെ, വെള്ളിയാഴ്ച പള്ളിയിൽ പോകും, അങ്ങനെ 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 ഒപ്പിച്ചു പോകേണ്ട ഒരു ശരാശരി മുസ്ലിമായിട്ട് പോയാൽ മതി എന്നാണ് പല ആളുകളുടെയും ചിന്താഗതി. അങ്ങനെ പോരാ. നമ്മൾ ഇന്നത്തെക്കാൾ നല്ല മുസ്ലിമാണ് നാളെ, നാളത്തെക്കാൾ നല്ലവനാകണം മറ്റന്നാൾ. ഇതങ്ങനെയല്ല, ഇന്നത്തെക്കാൾ മോശം നാളെ, നാളത്തെക്കാൾ മോശം മറ്റന്നാൾ. കാലം അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മളും മാറാൻ പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകേണ്ടവരാണ്. ആരും ഇവിടെ ബാക്കിയാവില്ല, ആരും ബാക്കിയാവില്ല. എപ്പോഴാ മരിക്കുക ആർക്കും അറിയില്ല, എവിടെ വെച്ചാ മരിക്കുക. ഇപ്പൊ ഇന്നലെ കേട്ടു, ഉപ്പളയിലുള്ള ആളുകള് ഉംറ കഴിഞ്ഞിട്ട് റിയാദിന്റെ പുറത്ത് ഏതോ ഒരു റോട്ട് പോയിട്ട് മരിച്ചുപോയി. അള്ളാന്റെ തീരുമാനം കണ്ടങ്ങള് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? കണ്ടോ? അള്ളാഹു സുബ്ഹാനഹു റസൂലിന്റെ ഹദീസുണ്ട്, ഒരാൾക്ക് അള്ളാഹു മരണം ഒരു സ്ഥലത്ത് വിധിച്ചാൽ
ആ സ്ഥലത്തേക്ക് അവൻ എത്തേണ്ട ഒരാവശ്യം ഉണ്ടാവുന്നു. അവിടെ എത്തിയിരിക്കും അവിടെ. അപ്പൊ എപ്പോഴാ മരിക്കുക, ഏത് സമയത്താ മരിക്കുക, ഏത് പ്രായത്തിലാ മരിക്കുക, ആർക്കും പറയാൻ കഴിയില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞാലോ ഇവിടെ എന്തു ചെയ്തു അതിന്റെ ഒരു പ്രതികരണമാണ് അവിടെ കിട്ടാൻ പോണത്. നമ്മുടെ വിചാരണ ഉറപ്പാണ്. മരിക്കുമെന്ന കാര്യം എത്ര ഉറപ്പാണോ അത്ര ഉറപ്പാണ് മരണാനന്തരം വിചാരണയുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട് എന്ന കാര്യം. യാതൊരു സംശയമല്ല. നമ്മൾക്ക് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉത്തരവാദിയായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. എന്റെ വിശ്വാസം, എന്റെ പ്രവൃത്തി, ഇതിനൊക്കെ ഞാനാണ് ഉത്തരവാദി. പരലോകത്ത് എന്റെ വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും ജീവിതത്തിനും മറുപടി പറയേണ്ടവനാരാ? ഞാനാണ്. എന്റെ ഉപ്പ ഉണ്ടാവുമോ, ഉമ്മ ഉണ്ടാവുമോ? ഇല്ല. അള്ളാന്റെ വിചാരണന്റെ സ്വഭാവം എന്താ? മൊത്തത്തിൽ ഇങ്ങനെ വിചാരണ ചെയ്യാ. എന്നാ ഉപ്പള പഞ്ചായത്തിൽ ഒന്നായിട്ട് ഇങ്ങ് വരും. ഒന്നാം പാർട്ടി ഇങ്ങ് ടിക്കും. ഓലെ ഒന്നിച്ചൊരു വിചാരണ. പോ. എന്നാ രണ്ടാം പാട്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയാണോ? അല്ല. ഓരോ വ്യക്തിയെയും അള്ളാഹു വിചാരണ ചെയ്യും. ഹദീസിലുണ്ടല്ലേ, ഒരു പരിഭാഷകനുമില്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും റബ്ബ് സംസാരിക്കും. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല അള്ളാഹു നേർക്കുനേരെ സംസാരിക്കാത്തവനായി. ലൈസ ബൈനഹു വബൈനല്ലാഹ്, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലില്ല ഒരു തർജുമാൻ, പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ആള്. ഉപ്പളക്കാരെ ആ കന്നഡയും മലയാളവും കലർന്ന ഭാഷയൊന്നും അള്ളാഹ്ക്ക് തിരിയില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരു ഉപ്പളക്കാരുടെ പരിഭാഷപ്പെടുത്തി കൊടുക്കാൻ വേണോ? വേണ്ട. എല്ലാരെ ഭാഷയും അള്ളാഹ്ക്ക് തിരിയും. ഒരു തർജുമാന്റെ ആവശ്യമല്ല. അപ്പൊ നമ്മൾ സ്വന്തം നിലക്കാണ് അള്ളാഹുവിന്റെ അടുത്ത് വരിക. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഖിയാമത്ത് നാളിൽ ഒറ്റക്കൊറ്റക്കാണ് അള്ളാന്റെ മുമ്പിൽ വരിക, ആരും ഉണ്ടാവില്ല. അപ്പൊ കൃത്യമായി നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമല്ല, റിക്കാർഡ് ഇങ്ങോട്ട് നേർത്തി ഇങ്ങോട്ട് കാണിക്കും. എഴുതി വെച്ച മലക്കുകൾ എഴുതി വെച്ച റിക്കാർഡ്. എന്നിട്ട് പറയും, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇതാ നിന്റെ രേഖത, വായിച്ചു നോക്ക്. നിനക്കെതിരിൽ ഇതാ കണക്ക് നോക്കാൻ ഈ രേഖ മാത്രം മതി എന്ന് പറയപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിചാരണയെ നമ്മൾ ഒറ്റയ്ക്കു നേരിടണം എന്ന ചിന്ത നമുക്കെല്ലാവർക്കും വേണം. എന്റെ പ്രവർത്തനങ്ങൾക്ക്, എന്റെ വിശ്വാസങ്ങൾക്ക് ഞാനാണ് ഉത്തരവാദി. ഞാൻ അതിനക്കമിട്ട് കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരും. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ ബോധം നമുക്കുണ്ടോ എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട. അങ്ങനെയുള്ളൊരു ബോധം എനിക്കുണ്ടോ? ഞാൻ മരിച്ചാൽ മരണാനന്തരം എന്റെ എല്ലാ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾക്കും ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന ബോധം എനിക്കുണ്ടോ എന്ന്. പിന്നെ തർബിയത്തിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ മാറ്റാൻ ഏറ്റവും കഴിവുള്ളവർ നമ്മൾ തന്നെയാണ്. കുറ്റങ്ങളും കുറവില്ലാത്തൊരു മനുഷ്യനുമില്ല. ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. ആദമിന്റെ മക്കളൊക്കെ തെറ്റുപറ്റുന്നവരാണ്, അബദ്ധം പണയുന്നവരാണ്. അതിൽ ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ്. എല്ലാവരും തെറ്റുപറ്റും. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത തെറ്റുപറ്റാത്ത ആളുകളില്ല. അതുകൊണ്ടാണല്ലോ നിസ്കാരത്തിൽ നമ്മൾ റബ്ബി ഗഫ്റിലി ഇടയിലിരുത്തത്തില് വർഹംനി വജ്ബുർനി. എന്താ വജ്ബുർനി എന്ന് പറഞ്ഞാൽ? എന്റെ കുറവുകൾ പരിഹരിക്കണേന്നാണ്. എന്റെ കുറ്റങ്ങള്, എന്റെ ന്യൂനതകള് അത് പരിഹരിക്കണേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കണം. എനിക്കൊരു കുറ്റവുമില്ല, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന ഒരു ചിന്താഗതി ഒരിക്കലും തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് പല തെറ്റുകളുമുണ്ട്, നമുക്ക് പല കുറ്റങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിചാരം നമുക്കുണ്ടാകണം. ഞാനെന്താ, എനിക്കെന്താ തെറ്റ്? എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ലല്ലോ, ഞാനൊക്കെ സ്വർഗത്ത് പോയില്ലെങ്കിൽ ഇനിയിപ്പോ ആരാ പോവുക? നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മളെ കമ്പയർ ചെയ്യുന്നത് ആരോടാ? ഏറ്റവും നല്ല മനുഷ്യനെ നോക്കിയിട്ട് അതുപോലെ എനിക്കാകാൻ കഴിയുന്നില്ലല്ലോ എന്നല്ല, ഏറ്റവും മോശപ്പെട്ട ആളെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എത്ര മെച്ചപ്പെട്ട ആളാണ്. ഇവിടുത്തെ ഏറ്റവും തമ്മാടിയെ നോക്കിയിട്ട് ഓനേക്കാളൊക്കെ ഞാൻ എത്ര മെച്ചാണ്.
എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. ഏറ്റവും ഉന്നതന്മാരായ ആളുകളെക്കുറിച്ച്, സഹാബികളെക്കുറിച്ച്, താബീങ്ങളെക്കുറിച്ച്, സലഫുകളായ നല്ല ആളുകളുടെയൊക്കെ ചരിത്രം കേൾക്കുമ്പോൾ ഞാനൊക്കെ എവിടെ നിൽക്കുന്നു, എനിക്കൊക്കെ എന്താ ഉള്ളത്, എനിക്കെത്ര ഇൽമുള്ളത്, എനിക്കെത്ര അമലുള്ളത്, ഞാൻ എത്ര പിറകിലാണ് എന്ന് ചിന്തിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് കുറെ തിരുത്താനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്നെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വ്യക്തി ഞാനാണ്, അല്ലേ? നിങ്ങൾക്കൊക്കെ എനിക്ക് ഉപദേശം തരാൻ സാധിക്കും, നിർദ്ദേശങ്ങൾ തരാൻ സാധിക്കും. പക്ഷെ എന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ആൾ ആരാണ്? ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മളെ മാറ്റാൻ നമുക്കേ കഴിയുള്ളൂ. അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത അവരെ സ്വയം മാറ്റുന്നതുവരെ അള്ളാഹു മാറ്റം വരുത്തുന്നതല്ല. അള്ളാഹു മാറ്റണമെങ്കിൽ നമുക്ക് മാറണം എന്നുള്ള ചിന്താഗതി വേണം. എന്റെ ജീവിതശൈലി മാറ്റാൻ സഹായിക്കണേ എന്ന് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. ഇപ്പൊ ഹറാമായ സമ്പാദ്യമാർഗങ്ങളിൽ ഏർപ്പെട്ട ഒരാൾക്ക് ആ ഹറാമായ സമ്പാദ്യമാർഗം അവസാനിപ്പിക്കണം എന്നൊരു ഉറച്ച തീരുമാനം വേണം. അതില്ലെങ്കിൽ ഞാനെങ്ങനെ ജീവിക്കുക, അതില്ലെങ്കിൽ എനിക്ക് അന്നം മുട്ടിപ്പോവില്ലേ, പട്ടിണി കിടക്കേണ്ടി വരൂലേ എന്നൊക്കെ ചിന്തിച്ചാലോ? അതൊരിക്കലുമില്ല. ഹലാലായ റിസ്ക് അള്ളാഹു തരും എന്ന് പറഞ്ഞിട്ട് ഹറാമായ സമ്പാദ്യം എനിക്ക് വേണ്ട, സംശയമുണ്ട്, അത് ഹറാമ് കലർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, എങ്കിൽ മാറ്റിവെച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. പടച്ചവനെ, നീ അനുവദിച്ചത് കൊണ്ട് എനിക്ക് മതിയാക്കണേ, ഹലാല് കൊണ്ട് മതിയാക്കണേ, ഹറാമിലേക്ക് പോകാതെ. വാഗന്നീ ബിഫദ്ലിക അമ്മൻ സിവാക്. നിന്റെ കനിവ് കൊണ്ട്, നിന്റെ കൃപ കൊണ്ട് എന്നെ ധന്യനാക്കണേ, നീ അല്ലാത്തവരിലേക്ക് പോകാതെ. ആ ഒരു ഉറപ്പോടുകൂടി അയാൾ നിന്ന്, അയാൾ വേണ്ടാത്ത ജോലിയൊക്കെ ഒഴിവാക്കി, ഹറാമായ സമ്പാദ്യമൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കാൻ. അപ്പൊ അയാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അയാളെ മാറ്റാൻ. മറ്റു പലർക്കും പറഞ്ഞു കൊടുക്കാനും സഹായിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. പിന്നെ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, എന്ത്? പടച്ചോനെ, എന്നെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞില്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നീ എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. പോലെ സൂറത്ത് ആല ഇമ്രാനിൽ പ്രാർത്ഥനയുണ്ട്, റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. എന്താർത്ഥം? അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്ന ശേഷം. കണ്ടോ? അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? സിറാത്തുൽ മുസ്തഖീമിലൂടെ ഇങ്ങനെ പോകുമ്പോ വലത്തുനിന്നും ഇടത്തുനിന്നും ഒക്കെ പിടിച്ചു വലിക്കുകയാണ് നമ്മൾ ഈ ശരിയായ മാർഗത്തെ തെറ്റിക്കാൻ വേണ്ടി. പിശാചുക്കൾ, മനുഷ്യപിശാചുക്കളും ജിന്നിപ്പിശാചുക്കളും പലവിധ പ്രലോഭനങ്ങളും കണ്ടിട്ട് എന്താണില്ലേ, അള്ളാഹ് ഹറാമാക്കി, അല്ലെങ്കിൽ എന്തായിരുന്നു എന്നിങ്ങനെ മനുഷ്യൻ ചിന്തിച്ചു പോകും. അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഈ ദുനിയാവിലുണ്ടാവും. അതിന്റെ ഇടയിൽ നിർത്തി അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുകയാണ്. ആ പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കാതെ അതിനൊക്കെ നമുക്ക് നേരിടാൻ കഴിയണമെങ്കിൽ എന്തു വേണം? നമുക്ക് നമ്മളെ തർബിയത്തിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും വേണം. ഞാൻ ആൾക്കൂട്ടത്തിൽ ഒരാളല്ല, ഞാനങ്ങനെ പിഴച്ചു പോകേണ്ട ആളല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വര വരഞ്ഞു, എന്നിട്ട് താഴോട്ട് കുറെ വര, മേലോട്ട് കുറെ വര, എന്നിട്ട് പറഞ്ഞു ഈ നടുവിലെ വരയാണ് സിറാത്തുൽ മുസ്തഖീം. ഇങ്ങോട്ടുള്ള വരകളൊക്കെ ശൈത്താന്റെ വഴികളാണ്. അതിലൊക്കെ ഓരോ പിശാചുക്കളിൽ നിന്ന് നിങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ വലിച്ച് അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതി കൊടുക്കുകയാണ്, ഇതാകുന്നു എന്റെ മാർഗം, ചൊവ്വായ മാർഗം. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരകളൊന്നും നിങ്ങൾ പിൻപറ്റരുത്, ആ മാർഗങ്ങളിലൊന്നും നിങ്ങൾ പോകരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അപ്പോൾ അള്ളാഹു നിങ്ങളെ ആ യഥാർത്ഥ മാർഗത്തിൽ തിന്നിപ്പിച്ചു കളയും. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കണമെന്ന ചിന്താഗതി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഉറച്ചു നിൽക്കാനുള്ള പ്രധാന മാർഗം എന്താണ്? സ്വയം തർബിയത്തിനെ കുറിച്ചുള്ള നമ്മുടെ എപ്പോഴുമുള്ള ചിന്തയാണ്. അപ്പോ നമ്മളെ എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് നമ്മളെ നരകത്തിൽ എത്തിക്കുക
നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് നയിക്കുക, തെറ്റായ ചിന്താഗതികളിലേക്ക് നയിക്കുക, അങ്ങനെ നമ്മളെ സ്വർഗത്തിൽ നിന്ന് തടയുക എന്നതാണ് പിശാചിന്റെ അജണ്ട. മനുഷ്യവർഗത്തിന്റെ ആജന്മ ശത്രുവായ പിശാച് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ് ധിക്കരിച്ചപ്പോ അള്ളാഹു അവനെ ശപിച്ച് പുറത്താക്കി. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അവൻ നടത്തിയിട്ടുള്ള ഒരു വെല്ലുവിളിയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താ? ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. പടച്ചവനെ, നിന്റെ മുസ്തഖീമായ സിറാത്തിൽ, ശരിയായ മാർഗത്തിൽ ആളുകൾ പ്രവേശിച്ചാൽ ഞാൻ അവർക്ക് തടസ്സമായി അവിടെ ഇരിക്കും. സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം. അവരെ മുന്നിലൂടെയും പിന്നിലൂടെയും ഞാൻ അവരെ സമീപിക്കും. വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. വലതുഭാഗത്തോടെയും ഇടതുഭാഗത്തോടെയും ഞാൻ അവരെ സമീപിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ. അവരിൽ അധികം ആളുകളെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി കണ്ടെത്താൻ നിനക്ക് കഴിയുകയില്ല. അത് പറഞ്ഞപ്പോ അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹ് അപ്പൊ തന്നെ ശൈത്താനെ നശിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു എന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട്. അള്ളാഹ് അങ്ങനെ നമ്മളെ അങ്ങനെ രക്ഷപ്പെടുത്താൻ വിചാരിച്ചിട്ടില്ല. അള്ളാഹു നമ്മളെ പരീക്ഷിക്കാനാ വിചാരിച്ച്. അതുകൊണ്ട് പിശാചിനെ വിട്ട് നീ കിട്ടാവുന്നവരെയൊക്കെ നീ പിടിച്ചോ. മുഖലസീങ്ങളായ അള്ളാഹുവിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളെ പഴപ്പിക്കാനോ അവരെ നരകത്തിലെത്തിക്കാനോ നിനക്ക് കഴിയില്ല. പിന്നെ നിന്നെ പിൻപറ്റിയവരാരൊക്കെയുണ്ടോ നിന്നെയും അവരെയും കൊണ്ട് നാം നരകം നിറക്കും എന്ന് അള്ളാഹ് പറയും ചെയ്ത് അവനെ സ്വതന്ത്രനായി വിട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞ സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം, വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ. വഖുൽ നബിയെ പറയുക, റബ്ബി എന്റെ റബ്ബേ, അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ, എന്റെ റബ്ബേ, ആ പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇത് പറയാൻ ആരോടാ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറയാണ്. അപ്പൊ നമ്മളൊക്കെ പറയേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ എല്ലാ നമസ്കാര ശേഷവും നമ്മളോട് ഓതാൻ പറഞ്ഞിട്ടുള്ളതാണ് ആയത്തുൽ കുർസി. അല്ലേ? ആയത്തുൽ കുർസി എന്ന പിശാചിന് ഏറ്റവും നല്ല മറുമരുന്നാണ്. രാത്രി കിടക്കുമ്പോ, ഒന്നുവെടുത്ത് കിടക്കുമ്പോ നമ്മുടെ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? എന്നതിന്റെ ഹദീസിൽ എന്താ അറിയോ? അങ്ങനെ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ ലാ യസാലു അലൈക മിനല്ലാഹി ഹാഫിളുൻ ഹത്താ തുസ്ബിഹ വലാ യഖ്റുബന്നക ശൈത്താൻ. നേരം പുലരുവോളം പിശാച് നിന്നെ സമീപിക്കൂല. അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ, ഒരു കാവൽക്കാരൻ നിനക്കുണ്ടാവും. ഒരു മലക്ക് ഇങ്ങനെ കാവലായിട്ട് നടക്കും, ശൈത്താൻ അങ്ങോട്ട് അണയാനയക്കാതിരിക്കാൻ. കണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് വീണ്ടും നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗുഹ്യസ്ഥാനങ്ങൾ കഴുകി വീണ്ടും ഒലുവെടുത്ത് കിടക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മലക്ക് നിങ്ങളെ സമീപിക്കൂല. മലക്ക് പോയാൽ പിന്നാരാ വരിക? ശൈത്താൻ. ദുസ്വപ്നങ്ങൾ കാണിക്കാനും പേടിപ്പിക്കാനും. മനസ്സിലായില്ലേ? അപ്പൊ ആയത്തുൽ കുർസി ഓതിയാല് നേരം പുലരുവോളം പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, മലക്കിന്റെ കാവൽ. കണ്ടോ? ആയത്തുൽ കുർസി അത് എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഓതാൻ പറഞ്ഞു. പിന്നെ 3 സൂറത്ത്. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്, ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്. പിന്നെ ഖുൽ അഊദു റബ്ബിൻ നാസ്. ഖുൽ അഊദു റബ്ബിൻ നാസ് ശൈത്താന്റെ രക്ഷ തേടുന്ന സൂറത്താണ്. ഖുൽ, നബിയെ പറയുക, അഊദു ബി റബ്ബിൻ നാസ്. എന്നർത്ഥം, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനോട്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, ദുർമന്ത്രം നടത്തി പിന്തിരിഞ്ഞു കളയുന്നവന്റെ അഥവാ ശൈത്താന്റെ ഷർറിൽ നിന്നും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ. അപ്പൊ ആ സൂറത്ത് 114-ാമത്തെ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് എന്താണ്? ശൈത്താനിന് രക്ഷ തേടുന്ന സൂറത്താണ്. അത് എല്ലാ നിസ്കാര ശേഷം, അത് രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം. അല്ലേ? അപ്പൊ എല്ലാ ദിവസവും എല്ലാ സമയത്തും പിശാചിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. ഇപ്പൊ ചില ആളുകളൊക്കെ പിശാച് എന്ന് പറഞ്ഞാൽ ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ,
പിശാചിന്റെ കുതന്ത്രം ദുർബലമാണ്, അത്ര പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിശാചിന്റെ കുറിച്ചുള്ള ജാഗ്രതയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതി അത് അല്ലേ? പിശാചെന്നല്ല, ജിന്ന് പറഞ്ഞ വർഗം തന്നെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് CN അഹമ്മദ് മൗലവി. കേട്ടിട്ടില്ലേ? മൂപ്പര് പറഞ്ഞ ജിന്ന് ഇൻസ്. ആദ്യം ഇറങ്ങിയ ഖുർആൻ പരിഭാഷ മലയാളത്തിൽ CN അഹമ്മദ് മൗലവിന്റെ. അതിലെന്താ പറഞ്ഞത്? ജിന്നും ഇൻസും എന്ന് പറഞ്ഞ രണ്ടും മനുഷ്യന്മാർ തന്നെയാണ്. ജിന്ന് എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലൊക്കെ താമസിക്കണേ ആദിവാസികളൊക്കെ അല്ലേ, അപരിഷ്കൃതരായ അവരാണ്. നാട്ടും പുറത്തിറങ്ങി തുണിയും കുപ്പായൊക്കെ ജീവിക്കണേ പരിഷ്കൃതനായ ആള് ഇൻസ്. കാടൻ നാടൻ. കാടന്മാര് ജിന്ന്, നാടന്മാര് ഇൻസ്. അപ്പൊ ജിന്നില്ല, രണ്ടും മനുഷ്യന്മാർ തന്നെയാണ്. കണ്ടോ? അവിടെ എത്ര ആയത്താൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നു, എത്ര ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നു. ആ ചിന്താഗതിയുള്ള ചില ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ശൈത്താൻ ജിന്ന് എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ അർത്ഥം മാറ്റും. ചിലപ്പോ പറയും അത് ജിന്ന് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം യഥാർത്ഥത്തിലുള്ള ജിന്നല്ല, പിന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ഇതൊക്കെ റസൂലിന്റെ കാലത്തുള്ള സാധന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടാവും, പക്ഷെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് റസൂലിന്റെ കാലം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ട് ശാസ്ത്രം കണ്ടെത്തിയാണ് എന്ത്? മൈക്രോബുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവികൾ, വൈറസും ഫംഗസും ഒക്കെ. പക്ഷേ ഈ ഹദീസിനൊക്കെ ഇപ്പം എന്താ ജിന്ന് എന്ന് പറയാൻ വയ്യ. അപ്പൊ ജിന്നിന്റെ ഹദീസും ആയത്തൊക്കെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനിക്കുക. പിന്നെ ചില സ്ഥലത്ത് പാമ്പ്, ജിന്നിന് പാമ്പ് എന്നർത്ഥം പറയാം. ജിന്ന് പാമ്പ്, ജാനിന്ന് പാമ്പിന് അർത്ഥമുണ്ട്, അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ശൈത്താനൊന്നല്ല, പോക്കിരി, തമ്മാടി എന്നൊക്കെ അർത്ഥം. ഇവിടെ ശൈത്താനെന്ന് അറിയില്ലേ, അതിന്റെ അർത്ഥം ശൈത്താനായിട്ടാ? അതുപോലെയാണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദുർവ്യാഖ്യാനങ്ങളിലൂടെ പിശാചിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രതയിലിരിക്കുന്നെന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുക. അതൊന്നും പ്രശ്നമല്ല, ഇന്ന കൈത ശൈത്താന് കാനല്ല ഈഫ, ശൈത്താന്റെ കുതന്ത്രം ഒന്നും വിജയിക്കുന്ന ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശൈത്താന്റെ കുതന്ത്രം വിജയിക്കുന്ന ഖുർആൻ പറഞ്ഞത് സൂറത്ത് യാസീൻ, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. സുന്നിയായ കാലത്ത് യാസീൻ മാത്രമാണ് പഠിക്കല് അല്ലേ? വലിയ പോരിശാക്കപ്പെട്ട സൂറത്താനത്ത് അതിനുള്ള പോരിശാണ് ഒറ്റ ഹദീസും സഹിയല്ല. ഇരിക്കട്ടെ, അതുകൊണ്ട് ചിലർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലായിരുന്നോ, അനുശാസിച്ചിട്ടില്ലായിരുന്നോ? എന്ത്? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിന് ഇബാദത്ത് എടുക്കരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളെ വ്യക്തമായ ശത്രുവാണ്. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കണം, ഇതാണ് ശരിയായ വഴി. എന്നിട്ടോ വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, എന്നിട്ടും അവൻ നിങ്ങളിൽ വലിയൊരു തലമുറയെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ, ധാരാളം തലമുറകളെ അവൻ പിഴപ്പിച്ചു കളഞ്ഞല്ലോ. അഫലൻ തകൂനു തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല മനുഷ്യന്മാരെ? അള്ളാഹ് ആദം നബിനെ പുറത്താക്കി അന്ന് മുതലേ ആദമിന്റെ മക്കളോട് പറയുന്നതാണെന്ത്? യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, ആദമിന്റെ മക്കളെ പിശാച് നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങൾ ആദ്യ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കിയത് അവനാണ്, അതുപോലെ നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്താതെ സൂക്ഷിച്ചോളി. അന്ന് തുടങ്ങിയിട്ടുണ്ട് അമ്പിയാക്കൾ മുഖേന, വേദഗ്രന്ഥം മുഖേന ശൈത്താനെ കുറിച്ച് പഠിപ്പിക്കല്. എന്നിട്ടും ഒരുപാട് മനുഷ്യന്മാർ അവനെന്ത് ചെയ്തു? ഈ ലൈഫായ ദുർബലമായ ഈ തന്ത്രം കൊണ്ട് തന്നെ അവൻ ആളുകൾ എന്ത് ചെയ്തു? നരകത്തിലെത്തിച്ചു. അപ്പൊ അതുകൊണ്ട് ശൈത്താനെക്കുറിച്ചുള്ള നിതാന്ത ജാഗ്രത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന ഒരു സ്വയം വിചാരണയ്ക്ക് നമുക്ക് സമയമുണ്ടാകുള്ളൂ. ഞാൻ എന്നെ വിചാരണ ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ വിചാരണ ചെയ്യണം. നമ്മൾ നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നത്, അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതാണ് തർബിയത്ത് കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. സലഫി തർബിയത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ ഓരോ വ്യക്തിയെയും വളർത്തിയെടുക്കുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്, പിശാചിന്റെ പിന്നാലെ പോകരുത്, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അപ്പൊ നമ്മുടെ തർബിയത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് നമ്മളെ നശിപ്പിക്കാൻ പിശാച് കൂടെ തന്നെയുണ്ട്.
സലഫി തർബിയത്തിനെ പറ്റി പലരും പറയാറുള്ള ആക്ഷേപം, നിങ്ങളെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, കുറെ തർക്കവിഷയം മാത്രം ജനങ്ങളെ പഠിപ്പിക്കും. കുറച്ച് വിഷയങ്ങളുണ്ട്, ജാറപ്പൂജ പാടില്ല, മൗലൂദ് പാടില്ല, മരിച്ച വീട്ടിൽ ആണ്ടിയന്തരം പാടില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തർക്കവിഷയം മാത്രം ജനങ്ങളെ പഠിപ്പിക്കും. നേർച്ചയും ഉറൂസും ഏലസും ഐക്കലും ഒക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾ സമ്പൂർണ്ണ സലഫിയായി. അങ്ങനെ ഇസ്ലാമിന്റെ ഒരു വശം മാത്രം, ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പഠിപ്പിക്കാറുള്ളൂ എന്ന ഒരാക്ഷേപം നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല. ഇസ്ലാമിനെ മുഴുവനായും ഉൾക്കൊള്ളുവാനാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് കുറവുകൾ, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. വെറും തർക്കവിഷയം മാത്രം പഠിക്കുന്ന ചില ആളുകളുണ്ട്. അത് മാത്രം, അതിന്റെ കാസറ്റ് മാത്രം കേൾക്കുള്ളൂ. തസ്കിയത്ത് സംബന്ധമായ തർബിയത്ത് രസല്ല, ഹരല്ല. ഹരണ്ടായി ഇങ്ങനെ സുന്നികളല്ലോണം പറഞ്ഞിട്ട് ഇങ്ങനെ അതാ ഇങ്ങനെ എന്നെ ക്ലിപ്പിട്ട് കേട്ട് കാണാപ്പാടം പഠിച്ച് അങ്ങനെയാണ്. നമ്മളെ വിമർശിക്കണതാണ് മറ്റത്, അത് പറ്റൂല. മറ്റവനെ വിമർശിക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമാണല്ലോ. അപ്പൊ രണ്ടും വേണം, മനസ്സിലായില്ലേ? നമ്മള് തർക്കവിഷയങ്ങൾ മാത്രം പഠിച്ചിട്ട് കുറേ കാലം 10-20 കൊല്ലമായിട്ടുണ്ടാവും സെലഫിയായിട്ട്. ഇപ്പോഴും നേരെ നിസ്കരിക്കാൻ അറിഞ്ഞൂടാ, ഖുർആൻ ഓതാൻ അറിഞ്ഞൂടാ. എന്താ ഒന്നും പഠിക്കൂല മൂപ്പരും. ഇപ്പൊ തർക്കവിഷയം ഇങ്ങനെ പഠിക്കും. അതിങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് മൂല്യരെ മുദ്ര മുട്ടിക്കാൻ എന്താ വഴി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കും. നിസ്കരിക്കാൻ കൂടി അറിയില്ല, ശരിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. എത്ര ആളുടെ ഖുർആൻ ഓതാൻ അറിയാത്ത? അറിയുന്ന ഒരാളെത്തി ഓതി പഠിക്കണ്ടേ? അത് പണ്ട് മൗലവി നമ്മളെ വാപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകേണ്ടി വന്നു, പെട്ടെന്ന് ബോംബെക്ക് പോകേണ്ടി വന്നു, പിന്നെ ദുബായി പോകേണ്ടി വന്നു, അങ്ങനെ എത്ര കാലമായി ഇത് പറയണ്? ഇനി അത് പറഞ്ഞുകൊണ്ട് എടുക്കുക. എപ്പോ ചോദിച്ചാലും പറയും റമദാൻ മാസം നിങ്ങൾക്ക് ഓതാൻ അറിയില്ല ചോദിച്ചാൽ പറയും, കഥ പറയും. വണ്ടി അങ്ങനെ ദുബായിക്ക് പോയതാണ്, മദർസിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് കാര്യമുണ്ടോ? പഠിക്കണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖൊക്കെ എപ്പോഴാ? ചെറുപ്പത്തിൽ നബി ചെയ്യുമ്പോൾ പിടിച്ചു പഠിപ്പിച്ചതാ? അല്ലല്ലോ. അപ്പൊ പഠിക്കണം, പഠിക്കാൻ തയ്യാറാകണം. ഖുർആൻ ഓതാൻ പഠിച്ചിരിക്കണം. നമസ്കാരത്തിൽ ചില ദിക്റുകൾ പഠിക്കണം. ഇങ്ങനെ കൈയ്യട്ടി ഇങ്ങനെ പോവുക, എന്തായി പറയുന്നൊന്നും അറിയില്ല. അങ്ങനെ സ്വിച്ചിട്ട് വെച്ചാൽ പോണ മാതിരി പോയാ പോരാ. എന്താണ് ഈ പറയുന്നത് അത് ഓർമ്മ വേണം, മനസ്സിലല്ലേ? തല താത്തി സുജൂദിന്റെ ഭാഗത്തൊക്കെ നോക്കിയിരുന്ന് ചൊല്ലുന്ന ദിക്റുകളെ പറ്റിയൊക്കെ ഓർമ്മ വേണം. അതിനെന്ത് വേണം? പഠിക്കണം. ഖുർആനിലെ ചെറിയ സൂറത്തുകൾ, നിസ്കാരത്തിൽ പോകുന്ന സൂറത്തുകൾ അർത്ഥമെങ്കിലും പഠിക്കണം. അതിനെന്താ പണി? മെനക്കെട്ട് പള്ളിയിൽ വരിക, പള്ളിയിലുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് അറിയുന്ന ആരടുത്ത് ഇരുന്നിട്ടൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറയാ. ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ചെറുപ്പക്കാരായ കുറെ ആളുണ്ട്, അറിയാത്ത ആൾ, അവർക്കൊരു ക്ലാസ് വെക്കണം. ഖുർആൻ ഓതാൻ പഠിക്കണം. തെറ്റി ഓതിയാൽ അർത്ഥം തന്നെ മാറിപ്പോകും. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനൊന്നും സമയമില്ല ആളുകൾക്ക്. ഭയങ്കര തിരക്കാ, സംഘടനാ പ്രവർത്തനത്തിന്റെ തിരക്കുകൊണ്ട്, അല്ലേ? നിസ്കരിക്കാനും കൂടി നേരല്ല, അത്ര തിരക്കാ. അങ്ങനെ തിരക്കേണ്ട ആവശ്യമല്ല. നമ്മൾ എന്തിനാണ് ഏത് സംഘടനയിലും നമ്മൾ ചേരുന്നത്? നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടാനാണ്. എല്ലാവരും വിചാരം നാട്ടുകാരെ നന്നാക്കാനാണ്. അല്ല, നമ്മൾ നന്നാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഇൽമു പഠിച്ച് നമ്മളെ അമൽ കൊണ്ടുവന്ന്, മൂന്നാമതാണ് ദഅവത്ത്. മനസ്സിലായില്ലേ? ഒന്നാമതെന്താ? ഇൽമാണ്, അറിവാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ പോരാ, അതേക്കുറിച്ച് അറിവ് വേണം. മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാ പോരാ, അറിവ് വേണം. അങ്ങനെ അറിയുക, അത് അമലിൽ കൊണ്ടുവരിക, എന്നിട്ട് അതിലേക്ക് ക്ഷണിക്കുക. ആ ക്ഷണിക്കാനുള്ള കൂട്ടായ്മയാണ് സംഘടന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ആളുകൾ പലപ്പോഴും അങ്ങനെയല്ല. പലപ്പോഴും പ്രാധാന്യം കൂടിപ്പോയി. ഇൽമിന് നേരല്ലാത്ത സംഘടനാ പ്രവർത്തനം, അമലിന് നേരല്ലാത്ത സംഘടനാ പ്രവർത്തനം അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇൽമ നേടാനുള്ള സംവിധാനം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽക്കേ പള്ളികളിലൂടെ നടന്നു വരുന്നുണ്ട്. മനസ്സിലായില്ലേ? പള്ളികളിൽ അത് നടക്കണം, മദ്രസകളിൽ അത് നടക്കണം, പൊതുസ്ഥലങ്ങളിൽ വെച്ച് അത് നടക്കണം. എല്ലാ സ്ഥലത്തും ഇൽമ പ്രചരിപ്പിക്കുക, ഇൽമ പഠിക്കുക. അത് നമ്മൾ തുടങ്ങുമ്പോഴാണ് നമുക്ക് പല തെറ്റുണ്ട്, കുറ്റുണ്ട്, കുറവുണ്ട് എന്നൊക്കെ മനസ്സിലാകുക. അല്ലെങ്കിൽ എനിക്കെന്താ തെറ്റ്? ഞാൻ എത്ര കൊല്ലായി മുജാഹിദായിട്ട്, ഞാൻ എത്ര അല്ലേ സെൽഫിയായിട്ട്, എന്റെ വാപ്പന്റെ സെൽഫിയ, ഉപ്പാന്റെ സെൽഫിയ, ഞങ്ങൾ അവിടെ സെൽഫി ഉണ്ടാക്കി, എന്തെല്ലാം പോലീസാണ്. പോലെ സർവീസ് കേട്ടാൽ നമ്മൾ മൂക്കത്ത് വരലിച്ചു, ഒരു കുന്തം അറിയില്ല. മനസ്സിലായില്ലേ? മാത്രല്ല ഓരോരുത്തർ ഒരു പണിയെടുക്കില്ല, ഒന്നും പഠിക്കൂല. ഞാൻ 30 കൊല്ലായി സെൽഫിയായിട്ട്, ഞങ്ങളവിടെ ആദ്യത്തെ സെൽഫി അറിയും. എന്നിട്ടോ വേറെ ആരും സെൽഫിയാണ് ഓൽക്കൊരു ഇഷ്ടമല്ല. ആ പാരമ്പര്യം ഇങ്ങനെ കാത്ത് പഴയ മുജാഹിദുകൾ ഞങ്ങളവിടെയെന്നും പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ചില സ്ഥലത്തൊക്കെ ഉണ്ട്
ആദ്യം സെലഫിയത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ മോശം കൊണ്ട് ഇപ്പൊ ആരും കടന്നു വരൂല. നിങ്ങളാ സെലഫിയൊക്കെ നല്ല, പക്ഷെ ഞങ്ങളെ നാട്ടിലുണ്ട് കുറച്ച് സെലഫി, ആജാതി സെലഫിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാറ്. അവര് മരിച്ചു തീർന്നാലല്ലാതെ വേറെ ആൾക്കൂടെ സെലഫിയാക്കാൻ പറ്റൂല, ആജാതി സെലഫി. അപ്പൊ അങ്ങനെ നമ്മളാകരുത്. നമ്മളെന്ത് വേണം? നമ്മൾ മറ്റുള്ളവരെ ഇതിലേക്ക് ആകർഷിക്കാനും മറ്റുള്ളവർക്ക് ഇതിലേക്ക് വരാനുള്ള വഴി തുറന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം. പാരമ്പര്യം പറഞ്ഞിട്ടും സർവീസ് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമല്ല. പഠിക്കണം, ഇൽമ് നേടണം. സ്വന്തം ജീവിതത്തിൽ വലിയ ആലിമ്യങ്ങളാകണം എന്നല്ല ഈ പറയുന്നത്. സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച്, ഇപ്പൊ നിസ്കാരം അതറിയണ്ടേ, ഖുർആൻ ഓതാൻ അറിയണ്ടേ, നിത്യജീവിതത്തിലെ ഇടപാടുകൾ. ഇപ്പൊ ഒരു കച്ചവടം ചെയ്യാണ്, കച്ചവടത്തിലെ ഹറാമും ഹലാലും അയാൾ പഠിക്കണ്ടേ? അല്ലെങ്കിൽ ഹറാമല്ലാത്ത ഹറാമായ പലതും ഹലാലാന്നുള്ളത് ചെയ്യും. അവസാനം എന്താണ്ടായ ഒന്നും ഉണ്ടാവില്ല പരലോകത്ത് ചെല്ലുമ്പോ. അപ്പൊ അതുകൊണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കുക. തർബിയത്തിന്റെ അടിസ്ഥാനം ഇൽമാണ്. ഇൽമ നേടി അതനുസരിച്ച് അമൽ ചെയ്ത് അതിലേക്ക് ദഅവത്ത് നടത്തുക, അതിനുവേണ്ടി ക്ഷമാപൂർവ്വം മുന്നോട്ടു പോവുക. അങ്ങനെ ജീവിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എന്തെങ്കിലും ദീനിയായ സംശയങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണമെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമല്ല. സമയം തന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ചോദിക്കണം നിൽക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, ദീനിന്റെ മാർഗത്തിലുള്ള ഈ ഒത്തുചേരൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് മഗ്ഫിറത്തിന്റെ മഹാഭാഗ്യം നേടി സ്വർഗ്ഗത്തിൽ പോകാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഈ വെളിച്ചം എത്തിച്ചു തരാൻ വേണ്ടി കഷ്ടപ്പെട്ട ത്യാഗവൈര്യന്മാരായ മുൻഗാമികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.